അധിക ജനങ്ങളെയും നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം അവന്റെ നാവും അവന്റെ ഗുഹ്യസ്ഥാനവുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹിയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ തിന്മകൾ അതിൻ്റെ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിർക്ക്, അതിൻ്റെ അപകടം, അതുപോലെ കൊലപാതകം, വ്യഭിചാരം, അതിൻ്റെ മഫ്സദത്തുകളാണ് പറയുന്നത്. അതിൽ ഒരു മനുഷ്യനിലേക്ക് ഈ തിന്മ അല്ലെങ്കിൽ സിന പോലെയുള്ള കാര്യങ്ങളിലേക്ക് അടുപ്പിക്കുന്ന, അതിലേക്ക് താല്പര്യം കാണിക്കുന്ന, അതിലേക്ക് കൂടുതൽ വീഴാൻ സാധ്യത ഉണ്ടാക്കുന്ന 4 മാർഗങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു. ഒന്ന്, ലഹ്ലാത്തുകൾ പറഞ്ഞു. അവന്റെ നോട്ടം അവൻ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ, ഹറാമായ കാര്യങ്ങളിൽ യഥേഷ്ടം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ തിന്മകളിൽ പോയി വീഴും. രണ്ടാമത്തേത് ഖതറാത്തുകൾ, അവന്റെ ചിന്തകൾ. ആ ചിന്ത തിന്മകളെക്കുറിച്ചും അവന് ഉപകാരമില്ലാത്ത, അവന് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണെങ്കിൽ അതും അപകടത്തിലേക്ക് വീഴ്ത്തും. മൂന്നാമത്തേത് ലഫ്ലാത്തുകളാണ്. ഖതറാത്തുകൾ വരെയാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തേത് പറയുന്നത് ലഫ്ലാത്തുകൾ എന്ന് പറഞ്ഞാൽ സംസാരം. അവന്റെ സംസാരം എന്തിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് അതവന്റെ ഖൽബിന്റെ അവസ്ഥയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അമൽ ലഫ്ലാത്ത് ഫഹിഫ്ളുഹാ ബിഅൻ ലാ യുഖ്റജ ലഫ്ളതൻ ളായിഅതൻ. നാവിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ലഫ്ളുകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടൊരു ലഫ്ള് പോലും അവന്റെ വായിൽ നിന്ന് വരരുത്. ബിഅൻ ലാ യതകല്ലമ ഇല്ലാ ഫീമാ യർജൂ ഫീഹി الذبح والفائدة في دينه. അവൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ദീനിൽ അവന് ലാഭമുണ്ടാക്കുന്ന, അവന് ഉപകാരമുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കണം സംസാരിക്കേണ്ടത്. فإذا أراد أن يتكلم بالكلمة, അവനൊരു വാക്ക് പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നളറ, അവൻ ആലോചിക്കും, ഹൽ ഫീഹാ റിബ്ഹുൻ വഫായിദത്തുൻ അം ലാ. ഈ വാക്കുകൊണ്ട് എനിക്ക് വല്ല ലാഭമുണ്ടോ, എനിക്ക് വല്ല നേട്ടമുണ്ടോ, അതോ ലാഭമില്ലേ? ഫഇൻ ലം യകുൻ ഫീഹാ റിബ്ഹുൻ അംസക അൻഹാ. ആ വാക്കുകൊണ്ട് അവനൊരു നേട്ടമില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യും? ആ വാക്ക് പറയാതെ അവിടെ പിടിച്ചു നിർത്തും. വഇൻ കാന ഫീഹാ റിബ്ഹുൻ നളറ. ഇനി അവനൊരു ഉപകാരമുള്ള കാര്യമാണെങ്കിൽ അവൻ വീണ്ടും ഒന്ന് പരിചിന്തനം ചെയ്യും, ഒന്ന് ആലോചിക്കും. ഹൽ തഫൂതുഹു ബിഹാ കലിമത്തുൻ ഹിയ അർബഹു മിൻഹാ. ഞാൻ ഈ വാക്ക് പറഞ്ഞാൽ ഇതിനേക്കാൾ ലാഭം നൽകുന്ന മറ്റൊരു വാക്ക് പറയാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു വാക്ക് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് അവൻ ആലോചിക്കും. ഫലാ യുവയ്യിഉഹാ ബിഹാദിഹി. ആ നല്ല വാക്ക് പറയാനുള്ള അവസരം ഇതുകൊണ്ട് പാഴായി പോകരുത്, അഥവാ അതിനേക്കാൾ നല്ലത് പറയാൻ പറ്റുമോ എന്ന് അവൻ ആലോചിച്ചിട്ടേ വാക്ക് പറയുകയുള്ളൂ എന്ന്. അപ്പോ നാവിന്റെ ചലനങ്ങൾ നമ്മുടെ കൽബിനെ വളരെയധികം സ്വാധീനിക്കും. അല്ലെങ്കിൽ കൽബും നാവും തമ്മിലുള്ള ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളുടെയും അതുപോലെ സലഫുകളും വളരെ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അത് തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്. യഹ്യ ഇബ്നു മുആദ്, സലഫുകളിൽപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാണ്, അൽ ഖുലൂബു കൽ ഖുദൂരി തഗ്ലി ബിമാ ഫീഹാ. ഖൽബ് എന്ന് പറഞ്ഞാൽ ഒരു പാത്രം പോലെയാണ്. അതിന്റെ അകത്ത് എന്തെങ്കിലും ഇങ്ങനെ വസ്തു തിളച്ച് നിറഞ്ഞിരിക്കുന്ന വസ്തു പോലെയാണ്. വഅൽസിനതുഹാ മഗാരിഫുഹാ. നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് കോരിയെടുക്കാനുള്ള കോരികളെ പോലെയാണ്. ഖൽബ് ഒരു പാത്രത്തിൽ എന്തെങ്കിലും നിറച്ചിട്ടൊക്കെയാണെങ്കിൽ നാവ് എന്ന് പറഞ്ഞാൽ അതിന് കോരിയെടുക്കാനുള്ള പോലെ. ഫൻദുർ ഇല റജുലി ഹീന യതകല്ലമു ഫഇന്ന ലിസാനഹു യഗ്തരിഫു ലക മിമ്മാ ഫീ ഖൽബിഹി. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അവന്റെ കൽബിൽ എന്താണോ ഉള്ളത് അതാണ് അവൻ പറയുക, അതാണ് അവൻ പുറത്തേക്ക് എടുക്കുക നാവ് കൊണ്ട്. ഹുൽവിൻ വഹാമിൻ, മധുരമുള്ളതാണെങ്കിലും കയ്പുള്ളതാണെങ്കിലും, വഅദ്ബിൻ വഉജാജിൻ, തെളിഞ്ഞതാണെങ്കിലും കളർപ്പുള്ളതാണെങ്കിലും, വഗൈരി ദാലിക്, എന്ത് കാര്യമാണെങ്കിലും അവന്റെ കൽബിലുള്ളത് അവന്റെ നാവിലൂടെ പുറത്തു വരും. വയുബയ്യിനു ലക തഅമ ഖൽബിഹി ഇഗ്തിറാഫു ലിസാനിഹി. അവന്റെ കൽബിന്റെ തേട്ടവും ആഗ്രഹവും എന്താണ് എന്നുള്ളത് അവന്റെ നാവ് കൊണ്ട് അത് പുറത്തേക്ക് വരുന്നതാണ്, ഈ പാത്രത്തിൽ നിന്ന് കോരിയെടുക്കുന്നത് പോലെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിന്റെ ആശയം വ്യക്തമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു മനുഷ്യന്റെ ഈമാൻ നേരാവില്ല അവന്റെ ഖൽബ് നേരെ ചൊവ്വയാകാതെ. അവന്റെ ഖൽബ് നേരെ ചൊവ്വ ഇസ്തിഖാമത്തിലാകാതെ അവന്റെ ഈമാൻ നേരെയാകില്ല. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. അവന്റെ ഖൽബ് നേരെയാവില്ല അവന്റെ നാവ് നേരെ ചൊവ്വയാകാതെ. അവന്റെ നാവ് നേരെ ചൊവ്വ നിലനിന്നാൽ മാത്രമാണ് അവന്റെ ഖൽബ് നേരെ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നാവ് എന്നുള്ളത് നാളെ പരലോകത്തേക്ക് അധികം ആളുകളെയും നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു അൻ അക്തരി മാ യുദ്ഖിലുൻ നാസ അന്നാർ, അധിക ആളുകളെയും നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ അറിയോ? അൽഫമു വൽ ഫർജു. ഒന്ന് വായാണ്, അഥവാ അവന്റെ സംസാരങ്ങളാണ്. രണ്ട് അവന്റെ ഗുഹ്യസ്ഥാനമാണ്, അതുകൊണ്ടുണ്ടാകുന്ന തിന്മകളാണ്. അപ്പൊ ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞാല് മനുഷ്യനെ നിയന്ത്രിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള, ഈ രണ്ടെണ്ണത്തിന്റെ ഇച്ഛകൾ നിയന്ത്രിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നാവിന്റെ ഇച്ഛകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളതിനേക്കാളും ഒരു അപകടമാണ്. കാരണം ഇപ്പോ വയറിന്റെ ഇച്ഛകൾ മനുഷ്യനുണ്ടാവും, അതുപോലെ ഗുഹ്യസ്ഥാനത്തിന്റെ ഇച്ഛകൾ ഉണ്ടാകും, അതുപോലെ തന്നെയുള്ള ഇച്ഛകൾ ഉണ്ടാവും. എന്നാൽ ഇതിൽ വ്യത്യാസമായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അവന്റെ കണ്ണിന്റെയും അവന്റെ നാവിന്റെയും. അതൊരിക്കലും മതിയാവില്ല. കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ഇച്ഛകളും നാവ് കൊണ്ട് സംസാരിച്ചുള്ള ഇച്ഛകളും മതിയാവില്ല. ബാക്കിയുള്ള ഇച്ഛകൾക്ക് ഒരു മതി എന്നൊരു മടുപ്പ് തോന്നുന്ന അവസ്ഥയെങ്കിലും ഉണ്ടാവും കുറച്ചു നേരത്തേക്ക്. പക്ഷേ ഈ കണ്ണും നാവും ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഇച്ഛകളായിരിക്കും. മറ്റൊരു ഹദീസിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലാ ഉഖ്ബിറുക ബിമിലാക്കി ദാലിക കുല്ലിഹി. ദീനിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു ഇതിനെല്ലാം കീഴ്പ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് പറയട്ടെ എന്ന് വെച്ചു. അപ്പോ സ്വഹാബികൾ പറഞ്ഞു, അത് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് റസൂലെ പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു കുഫ അലൈക ഹാദാ, ഇത് പിടിച്ചു നിർത്തലാണ്. ദീനിനെ മൊത്തം നശിപ്പിക്കുന്ന കാര്യമാണ് ഈ നാവിനെ പിടിച്ചു നിർത്തിയില്ല എങ്കിൽ. അപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ആലിമാണ്, വളരെയധികം ഇൽമുള്ള ആളാണ്. മുആദ് റളിയല്ലാഹു അൻഹു പോലും അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ഈ നാവ് കൊണ്ട് ഇത്ര അധികം ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഖിലത്ക ഉമ്മക് യാ മുആദ്. അറബിയിൽ അതിന് ഗൗരവം പറയാം, എന്താ മുആദ് ഈ പറയുന്നത്? നീ വലിയ ആലിമായിട്ടുള്ള മദീനയിലെ ആലിമായിട്ടുള്ള ആളല്ലേ, നീ എന്ത് വർത്താനായി പറയുന്നത്? ഫഹൽ യുകിബ്ബു الناس على وجوههم الى حصائد السنتهم. നാവ് കൊണ്ടുള്ള കെണി കൊണ്ടല്ലാതെ എന്തുകൊണ്ടാണ് ആളുകൾ മോൻ കുത്തി നരകത്തിൽ വീഴാനുള്ള കാരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുക. ഇത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ. നാവ് കൊണ്ടുള്ള അപകടത്തിന്റെ ആഴം മനസ്സിലാക്കിയിട്ട് എഴുതുക. വമിനൽ ഉജ്ബ്, അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണ് അന്നൽ ഇൻസാന യഹൂനു അലൈഹി التحفظ والاحتراز من اكل الحرام. ഒരു വ്യക്തി അവൻ ചിലപ്പോൾ ഹറാമായ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് സൂക്ഷ്മത പാലിക്കുന്നതിനായിരിക്കും. വദ്ദുൽം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന്, അക്രമത്തിൽ നിന്ന്. വസ്സിന, വ്യഭിചാരത്തിൽ നിന്നെല്ലാം സൂക്ഷ്മത പാലിക്കുന്നവനായിരിക്കും. വസ്സരിഖ, കട്ടെടുക്കുന്നതിൽ നിന്ന്. വശർബിൽ ഖംർ, മദ്യപിക്കുന്നതിൽ നിന്ന്. വമിൻ നദറിൽ മുഹറം, ഹറാമായ നോട്ടങ്ങൾ. വഗൈറ ദാലിക, അതുപോലുള്ളതിനൊക്കെ സൂക്ഷ്മത പാലിക്കുന്ന ആളായിരിക്കും. വയസ്ഉബു അലൈഹി തഹഫ്ഫുദു മിൻ ഹറകത്തിൽ ലിസാൻ. പക്ഷെ നാവിന്റെ ചലനം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുണ്ടാവും. ബാക്കിയൊക്കെ അവൻ നല്ല ആളായിരിക്കും, പക്ഷെ അവന്റെ നാവ് അവന് പിടിച്ചു നിർത്താൻ പറ്റൂല. ഹത്താ തറ റജുല യുശാറു ഇലൈഹി ബിദ്ദീൻ വസ്സുഹ്ദി വൽ ഇബാദ. പക്ഷെ ആ വ്യക്തി അറിയപ്പെടുന്ന ഒരാളായിരിക്കും, ദീന് കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, സുഹുദ് കൊണ്ടൊക്കെ അറിയപ്പെടുന്ന ആളായിരിക്കും. വഹുവ യതകല്ലമു ബിൽ കലിമാതി മിൻ സഖത്തില്ലാഹ് ലാ യുൽഖി ലഹാ ബാലൻ യൻസിലു ബിൽ കലിമത്തിൽ വാഹിദതി മിൻഹാ അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. പക്ഷേ അവൻ പറയുന്ന ചില വാക്കുകൾ ഉണ്ടാവും, അവനൊരു പരിഗണനയും കൊടുക്കാത്ത വാക്കുകളായിരിക്കും പറയാം. പക്ഷെ ആ വാക്കുകൊണ്ട് കിഴക്കും പടിഞ്ഞാറുള്ള ദൂരത്തിന് അത്ര അവൻ അകന്നു പോയിട്ടുണ്ടാവും, നാശത്തിലേക്ക് പോയിട്ടുണ്ടാവും. അതായത് നാവ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ കാര്യവും സൂക്ഷിക്കുന്ന ആളുകൾ പോലും അശ്രദ്ധമായി പോകുന്ന, പിടിച്ചു നിർത്താൻ പറ്റാതെ പോകുന്ന ഒരു കാര്യമായിട്ടാണ് കാണുക. ചില തെമ്മാടിത്തരങ്ങളോടും ബാക്കിയുള്ള മ്ലേച്ഛതകളോടൊക്കെ വളരെയധികം വെറുപ്പ് കാണിക്കുന്ന ആളായിരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ കുറിച്ച് ഗീബത്ത് പറയുന്നതിലോ, മറ്റുള്ളവരുടെ ന്യൂനതകൾ പറയുന്നതിലോ, അല്ലെങ്കിൽ കളവ് പറയുന്നതിലോ, അങ്ങനെ നാവ് കൊണ്ടുള്ള തിന്മകളിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ ആളുകളെ കാണാം. അപ്പൊ ഒരു തിന്മ, ഒരു വാക്ക്, അത് നിസ്സാരമായൊരു വാക്കാണെങ്കിലും നരകത്തിൽ വളരെയധികം ആഴത്തിലേക്ക് നമ്മെ വീഴ്ത്തുന്ന കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹ്.
ഒരടിമ ഒരു വാക്ക് പറയും, അള്ളാഹുവിന്റെ തൃപ്തി തരുത്തേണ്ട ഒരു വാക്കായിരിക്കും. ലാ യുൽഖി ലഹാ ബാലൻ, അവൻ അത്ര പരിഗണിച്ചിട്ട് പറഞ്ഞൊന്നായിരിക്കില്ല. അള്ളാഹിന്റെ അടുക്കൽ ഇത്ര സ്ഥാനം ഉണ്ടാവും, ഇത്ര നല്ല വാക്കായിരിക്കും ചിന്തിച്ച് പറഞ്ഞൊന്നായിരിക്കില്ല, സാധാരണ പറഞ്ഞതായിരിക്കും. പക്ഷെ ആ വാക്കുകൊണ്ട് അള്ളാഹുവിനെ ദറജകൾ ഉയർത്തിയുണ്ടാവും. അള്ളാഹ്ക്ക് അടിമകളുടെ ചില വാക്കുകൾ ഭയങ്കര ഇഷ്ടാവും, ചില വാക്കുകൾ ഭയങ്കര അപകടവും. ഹദീസുകൾ കാണാം, ചില വാക്ക് നിസ്സാരമായ വാക്കുകളായിരിക്കും, പക്ഷെ അത് അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമുള്ള, അള്ളാഹുവിന്റെ ഇഷ്ടം നേടി തരുന്ന വാക്കുകളായിരിക്കും. മറ്റു ചില ഹദീസുകൾ കാണാം, നിസ്സാരമായ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അവൻ അതുകൊണ്ട് നശിച്ചു പോയിട്ടുണ്ടാവും. ഒരു ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്, രണ്ട് സഹോദരങ്ങൾ, ഒരാൾ ഇങ്ങനെ തിന്മയെ ജീവിക്കുന്ന ആളായിരിക്കും, ഒരാൾ അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്ന ആളായിരിക്കും. അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ എപ്പോഴും അവനോട് പറയും, ഇങ്ങനെ നിർത്ത്, എന്നിട്ട് തൗബ ചെയ്ത് മടങ്ങ്, നന്നാവുന്ന. അപ്പൊ അവസാനം ഇയാൾ തിരിച്ചു വെച്ചു, എന്റെ കാര്യത്തിന് അള്ളാഹ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ, എന്റെ കാര്യം നോക്കിയാൽ മതി പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇയാൾ പറഞ്ഞു, അള്ളാഹ്ക്ക് ഒരിക്കലും പുറത്തു തരില്ല, അള്ളാഹ്ക്ക് ഒരിക്കലും പുറത്തു തരില്ല എന്ന് പറഞ്ഞു. അയാൾ പരലോകത്ത് എന്താ ഉണ്ടായത്? അള്ളാഹ് ഈ തിന്മ ചെയ്ത ആൾക്ക് അള്ളാഹിന്റെ മശീയത്തോണ്ട് പുറത്തു കൊടുക്കും. ഇയാളോട് ചോദിക്കും, ഞാൻ പുറത്തു കൊടുക്കില്ല, പറയാ ഈ ആരാ, ഞാൻ പുറത്തു കൊടുക്കില്ല പറയാൻ ഈ ആരാണ്. അതുപോലെ തന്നെ ചില വാക്കുകൾ ഉണ്ടാവും നിസ്സാരമായ വാക്ക്. ഇപ്പൊ ഹാജിറ ബീവിയുടെ ചരിത്രം ആലോചിച്ച് നോക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയോട് ഹാജിറ ബീവി ചോദിക്കുകയാണത് അള്ളാഹ് പറഞ്ഞതാണോ? ഇബ്രാഹിം നബി ഞങ്ങളെ മക്കത്ത് കൊണ്ടാക്കാൻ പറഞ്ഞ സംഭവം. അപ്പോ ഇബ്രാഹിം നബി തിരിച്ചുവാണ്, പിഞ്ചു കുഞ്ഞുമായിട്ട് ഒറ്റക്ക് കുറെ മലഞ്ചെരുവിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇബ്രാഹിം നബി പറഞ്ഞു നഅം എന്ന് പറഞ്ഞു. അപ്പൊ ഹാജിറ ബീവി പറഞ്ഞു ഇദല്ല യുദയ്യുന, അങ്ങനെയാണെങ്കിൽ അള്ളാഹ് ഞങ്ങളെ പാഴാക്കൂല, അങ്ങനെയാണെങ്കിൽ അള്ളാഹ് ഞങ്ങളെ പാഴാക്കൂല. അതിനാണ് സംസം ഇറങ്ങിയത്. സംസം കഴിഞ്ഞിട്ട് ആ മലക്ക് പറയുന്നുണ്ട്, അള്ളാഹ്ക്ക് ഇതിന്റെ ആൾക്കാരെ അള്ളാഹ് പാഴാക്കി കളയില്ല. അതിനാണ് ഒരു നിമിഷവുമില്ലാതെ, രാവും പകലും വ്യത്യാസമില്ലാതെ സഫയിലും മർവയിലും ആളുകൾ സഈ നടത്തുന്നത്. ആ ഹാജിറ ബീവിയുടെ ഒറ്റ വാക്കിന്റെ അനന്തരഫലമായിരുന്നു. അപ്പൊ അള്ളാഹിന്റെ അടുക്കല് ചില വാക്കുകൾ പറയുമ്പോ അത് ഭയങ്കര ഇഷ്ടമുള്ളതായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അള്ളാഹ് തൃപ്തി നേടിത്തരുന്ന, ഒരാളെ സ്വർഗപ്രവേശനത്തിന് കാരണമാക്കുന്ന കാര്യമായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപമുണ്ടാക്കുന്ന ഒരു വാക്ക് അവന് പറയും. ലാ യുൽഖി ലഹാ ബാലൻ, അവനത് പരിഗണിച്ചിട്ടേ ഉണ്ടാവില്ല. ഇത് ഇത്ര വലിയ വാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അവൻ നല്ലതാന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക, അവൻ അതിനെ കുറിച്ച് വലിയ ഗൗരവമൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. യഹ്വി ബിഹാ ഫീ നാരി ജഹന്നം, ആ വാക്ക് കൊണ്ട് നരകത്തിന്റെ ആഴത്തിലേക്ക് അവൻ മുങ്ങിപ്പോകുന്ന. ചില റിവായത്തിൽ ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും എത്ര ദൂരമുണ്ടോ അത്രത്തോളം ആഴത്തിലേക്ക് വീണു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് കാണാൻ സാധിക്കും. അപ്പോ നാവ് എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലത് പറയാന്നുള്ളതാണ്, അല്ലെങ്കിൽ പിടിച്ചു നിർത്തുക. കാരണം ഒരാളുടെ സ്വഭാവത്തിന്റെ, അവന്റെ സൽസ്വഭാവത്തിന്റെ അടയാളം അവന്റെ സംസാരമാണ്. അതുകൊണ്ടാണ് എത്രയോ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. ആ അർത്ഥത്തിൽ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നുകിൽ നല്ലത് പറയാ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, അവൻ ആവശ്യമില്ലാത്ത ഒഴിവാക്കുക എന്നുള്ളത് ഒരുത്തൻ ദീനിന്റെ ഉന്നതിയിൽ എത്തി എന്നതിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസ്ബഹൽ അബ്ദു, രാവിലെ ആയിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ രാവിലെ ആയിക്കഴിഞ്ഞാൽ, ഫഇന്നൽ അഅ്ദാഅ കുല്ലഹാ തകഫിറു അൽ-ലിസാൻ, രാവിലെ ആയിക്കഴിഞ്ഞാൽ എല്ലാ അവയവങ്ങളും പിന്നെ നാവിനോട് പറയും, നാവിനോട് ഒരു ഉപദേശം എന്ന നിലക്ക് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തി പറയും, തഖൂൽ ഇത്തഖില്ലാ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അള്ളാഹിനെ സൂക്ഷിക്കണേ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അള്ളാഹിനെ സൂക്ഷിക്കണം. ഫഇന്നമാ നഹ്നു ബിക്, നിന്റെ അവസ്ഥ എന്താണോ അതനുസരിച്ച് ഞങ്ങളുടെ അവസ്ഥ ഉണ്ടാവുക. നീ നേരെ നിന്നാലേ ഞങ്ങളുടെ കാര്യങ്ങൾ നേരാവണ്ണം നടക്കുകയുള്ളൂ. നീ വളഞ്ഞ് പഴച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങളും അതുപോലെയാവും. നീ നേരെ ചൊവ്വയായോ ഞങ്ങളും നേരെയാകും. നീ വളഞ്ഞു പോയോ ഞങ്ങളും അതുപോലെയാകുമെന്ന് അവയവങ്ങൾ നാവിനോട് ഓരോ ദിവസവും രാവിലെ ആയ പറയുന്ന. അതുകൊണ്ട് തന്നെ സലഫുസ് സാലിഹ്യങ്ങൾ അവരൊരു ദിവസം കഴിയുമ്പോൾ അവർ പറയും, യൗമുൻ ഹാറുൻ യൗമുൻ ബാരിദുൻ, നല്ല ചൂടുള്ള ദിവസമാണ്, നല്ല തണുപ്പുള്ള ദിവസമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? അവരെ നാവ് കൊണ്ട് എന്തെല്ലാം സംസാരിച്ചു എന്ന് സ്വയം വിചാരണ ചെയ്യും അവര്. എന്നിട്ട് അപകടം നിറഞ്ഞ സംസാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ യൗമുൻ ഹാറുൻ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായി എന്ന് പറയും. നല്ല ദിവസമാണെങ്കിൽ യൗമുൻ ബാരിദുൻ എന്ന് പറയും. അതുപോലെ തന്നെ ചില നിസ്സാരമായ വാക്കുകൾ പോലും അവർ ഗൗരവത്തിൽ കണ്ടിരുന്നു. ഒരു അസറിൽ കാണാം, വലഖദ് റുഇയ ബഅ്ദുൽ അകാബിരി മിൻ അഹ്ലിൽ ഇൽമി ഫി അൻ-നൗമി ഫസുഇല അൻ ഹാലിഹി, ഇൽമിൽ ഉന്നതിയിലായിരുന്ന ചില പണ്ഡിതന്മാരെ ശിഷ്യന്മാർ അവരുടെ മരണശേഷം സ്വപ്നത്തിൽ കാണുകയുണ്ടായി.
അപ്പൊ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ള നിനക്ക് ചോദിച്ചു. അന മൗഖൂഫുൻ അലാ കലിമത്തിൻ ഖുൽതുഹ, ഞാനൊരു കലിമത്ത് പറഞ്ഞതിന്റെ മേലിൽ പെട്ട് കിടക്കുകയാണ് പറഞ്ഞു. എന്താ വാക്ക്? മാ അഹ്വജൻ നാസ ഇലാ ഗൈസിൻ, ആളുകൾ മഴക്ക് എന്ത് ആവശ്യക്കാരാണ്, ആളുകൾ മഴക്ക് എന്ത് ആവശ്യക്കാരാണ് അയാൾ പറഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് തിരിച്ചു ചോദിച്ചത്, വമാ യുദ്രീക്, എന്താ നിന്റെ വിചാരം? അന അഅലമു ബിമസ്ലഹത്തി ഇബാദി, എന്റെ അടിമക്ക് മഴ വേണമില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയുന്ന എനിക്കാണ്. അഥവാ ചില വാക്കുകളുടെ ഒരു അപകടം അറിയിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ പല കാര്യങ്ങളും കാണാം. അപ്പോ സലഫുകളുടെ ഇടയിൽ വേറൊരു ചർച്ചയുള്ള ഒരു കാര്യം, അടിമ സംസാരിക്കുന്ന എല്ലാ വാക്കുകളും രേഖപ്പെടുത്തുമോ, അതല്ല ഖൈറായിട്ടുള്ളതും ഷർറായിട്ടുള്ളതും മാത്രമാണ് രേഖപ്പെടുത്തുക? അതായത് നമ്മുടെ വാക്കുകൾ രേഖപ്പെടുത്താൻ മലക്കുകളുണ്ട്, നന്മ രേഖപ്പെടുത്താൻ മലക്കുണ്ട്, തിന്മകൾ രേഖപ്പെടുത്താൻ മലക്കുണ്ട്. അവർ നന്മയായിട്ടുള്ള വാക്കുകൾ, ഒരു ദിക്ർ, തസ്ബീഹ്, ഖുർആൻ പാരായണം, അല്ലെങ്കിൽ നല്ലത് നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ നന്മയുടെ ആളും തിന്മയുടെ കാര്യങ്ങൾ എഴുതും. അല്ലാതെയുള്ള സംസാരങ്ങളുണ്ടല്ലോ, വെറുതെ ഒരു നന്മയും തിന്മയിലും ഉൾക്കൊള്ളാത്ത സംസാരങ്ങൾ, അതും രേഖപ്പെടുത്തി വെക്കുമോ എന്നൊരു അഭിപ്രായം കാണാം. ചില പണ്ഡിതന്മാർ ഈ നന്മകളും തിന്മകളും മാത്രമേ രേഖപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞു കാണാം. പക്ഷെ മറ്റു ചിലർ പറഞ്ഞു, കുല്ലു കലാമി ബിൻ ആദം അലൈഹി ലാലഹു, മനുഷ്യൻ പറയുന്ന എല്ലാ വാക്കും അവനെതിരായിട്ടുള്ളതാണ്. ഇല്ലാ മാ കാന മിൻ ദിക്രില്ലാഹി വമാ വാലാ, അതിൽ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ല എങ്കിൽ അതെല്ലാം അവനെതിരായി മാറുന്ന വാക്കുകളായിരിക്കും. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ നാവ് പിടിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു, ഹാദാ ഔറദനിൽ മവാരിദ്, എന്റെ എല്ലാവിധ അപകടവും കൊണ്ടുവന്നിരുന്നത് ഈ സാധനമാണ്, ഈ നാവാണെന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. വൽ കലാമു അസീറുക്, ഇബ്നു ഖയ്യിം പറയാണ്, നിന്റെ വാക്ക് എന്നുള്ളത് നിന്റെ ഒരു തടവ് പുള്ളിയെ പോലെയാണ്. ഫൈദാ ഖറജ മിൻ ഫീക സിർത അൻത അസീറഹു, അത് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നീ വാക്കിന്റെ അടിമയാണ്, വാക്കിന്റെ ബന്ധിയാണ്. അതായത് നമ്മൾ എന്ത് പറയണം എന്നുള്ളത് പൂർണ്ണമായി നമ്മുടെ കൺട്രോളിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളൊരു വാക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാല് പിന്നെ ആ വാക്കിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്. പിന്നെ ആ വാക്കിന്റെ ബന്ധിയായിട്ട് നമ്മൾ മാറും. പിന്നെ അത് വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. വല്ലാഹു ഇൻദ ലിസാനി കുല്ലി ഖായിലിൻ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നമ്മൾ എന്തൊരു കാര്യം പറയുന്നുണ്ടെങ്കിലും അള്ളാഹു അത് രേഖപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെടാത്ത ഒരാളുമില്ല എന്നുള്ളതാണ് വിഷയം. ഇനി നാവുമായിട്ട് സംസാരവുമായി ബന്ധപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അടുത്തത് പറയുന്നത്, വഫിൽ ലിസാനി ആഫതാനി അദീമതാൻ, നാവ് കൊണ്ട് രണ്ട് വലിയ അപകടമുള്ളത്, രണ്ട് വലിയ അപകടം. ഇൻ ഖലസ മിൻ ഇഹ്ദാഹുമാ ലം യഖ്ലസ് മിനൽ ഉഖ്റ, അവൻ ഒന്നൊന്ന് ഒഴിവായി കഴിഞ്ഞാൽ മറ്റേല് വിട്ടു, അല്ലെങ്കിൽ മറ്റേന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ആദ്യത്തേല് വിട്ടു. ആ ഒരു അവസ്ഥയാണ്. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആഫത്തുൽ കലാം, സംസാരത്തിന്റെ ഒന്നാമത്തെ അപകടം സംസാരത്തിന്റെ അപകടമാണ്, അവൻ സംസാരിച്ചത് കൊണ്ടുണ്ടാകുന്ന അപകടം. രണ്ടാമത്തേത് ആഫത്തു സുക്കൂത്ത്, അവൻ സംസാരിക്കാതെ ഇരുന്നത് കൊണ്ടുള്ള അപകടം. ഒന്നാമത്തെ സംസാരിച്ചുകൊണ്ടുണ്ടാവുന്ന അപകടം, രണ്ട് സംസാരിക്കാതെ ഇരുന്നുകൊണ്ടുള്ള അപകടം. വഖദ് യകൂനു കുല്ലൻ മിൻഹുമാ അഅ്ളമ ഇസ്മൻ മിനൽ ഉഖ്റ ഫീ വഖ്തിഹാ, അതിന്റേതായ സമയത്ത് അത് ഓരോന്നും തെറ്റായി മാറും. അതായത് ഫസ്സാകിതു അനിൽ ഹഖ് ശൈത്താനുൻ അഖ്റസ്, ഹക്ക് പറയേണ്ട സ്ഥലത്ത് പറയാതിരിക്കുന്ന ഒരുത്തൻ അവൻ മൂകനായ സംസാരിക്കാത്ത ശൈത്താനാണ്. അതായത് സംസാരിക്കേണ്ട സമയങ്ങളുണ്ടാവും, നന്മ കൽപ്പിക്കേണ്ട സമയം ഉണ്ടാവും, തിന്മ വിരോധിക്കേണ്ട സമയം ഉണ്ടാവും. അപ്പൊ ഒരാൾ പറയാണ്, ഞാൻ എന്റെ നാവിനെ സംരക്ഷിക്കുകയാണ്, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അവിടെ സംസാരിക്കണം, അവിടെ സംസാരിക്കാതിരിക്കലാണ് തെറ്റ്. എന്നാൽ ഒരാവശ്യവുമില്ലാത്ത അനാവശ്യമായി സംസാരിക്കേണ്ടി വരുന്ന കാര്യത്തിൽ അവിടെ നമ്മൾ വെറുതെ സംസാരിക്കുക എന്നുള്ളത്, സംസാരിക്കലാണ് അപകടം, സംസാരിക്കാതിരിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഈ രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നിടത്താണ് ഒരു അടിമയുടെ വിജയം. ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സംസാരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് എന്നത് നമ്മുടെ ഖൽബിനെ ബാധിക്കും. എപ്പോഴും മ്ലേച്ഛമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ അതിലേക്കുള്ള പ്രേരണകൾ നൽകുന്ന കാര്യങ്ങൾ പറയുക, അത് ചർച്ച ചെയ്യുക എന്നാണെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാവും. നമ്മുടെ ഖൽബിനെ അതിന്റെ രോഗം ബാധിക്കും. അത് നമ്മളെ വ്യഭിചാരം പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള തിന്മകളിലേക്ക് എത്തിക്കും. നാലാമത്തെ തിന്മ പ്രവേശിക്കുന്ന മാർഗം പറഞ്ഞത് അൽ ഖുതുവാത്ത്, കാലടിപ്പാടുകളാണ്. അഥവാ ആ തിന്മയിലേക്ക് ചെന്നെത്താനുള്ള സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അതിലെത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വഅമ്മൽ ഖുതുവാത്ത്, കാലടികൾ, ഫഹിഫ്ളുഹാ ബിഅൻ യൻഖല ഖദമഹു ഇല്ലാ ഫീമാ യർജു സവാബഹു, അത് സംരക്ഷിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവൻ വെക്കുന്ന കാലടി, അവൻ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അള്ളാഹു ഇന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന, അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് മാത്രം ഇറങ്ങാം. ഒരു തിന്മയിലേക്ക് നമ്മൾ എങ്ങനെ ചെന്നെത്തിപ്പെടുക?
നമ്മൾ പോയാലാണ് ചെന്നെത്തിപ്പെടുക. നമ്മൾ അതിലേക്ക് ചെന്നെത്തുമ്പോൾ ചിലത് നമ്മുടെ നേർക്ക് ഇങ്ങോട്ട് വരും, അധികവും നമ്മൾ അങ്ങോട്ട് ചെന്നാലാണ് സംഭവിക്കുക. അപ്പൊ നമ്മൾ വെക്കുന്ന ഓരോ കാലടിയും അത് അള്ളാഹുവിന് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ്. അപ്പൊ മസ്ജിദിലേക്ക് ഒരാൾ നടക്കുന്നുണ്ട്, അവനെന്താണ് പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരാൾ ഒരു മദ്യം വാങ്ങാൻ വേണ്ടി, മദ്യം കുടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഒരു ഹറാമിന് വേണ്ടി കാലടി വെച്ച് നടക്കുകയാണെങ്കിലോ പോവുകയാണെങ്കിലോ അവന് തെറ്റിലാണ്. അതിനെ നന്മക്ക് മാത്രം ഉപയോഗിക്കുക. അവനാ നടക്കുന്നത് നന്മ വർദ്ധിപ്പിക്കാനല്ല എങ്കിൽ അവൻ എവിടെയും ഇരിക്കലാണ് നല്ലത്, അവൻ നടക്കാതിരിക്കലാണ് നല്ലത്. فيمكنه أن يستخرج من كل مباح يخطو إليه قربة يتقرب بها وينويها لله فتقع خطاه قربة. അവൻ വെക്കുന്ന ഓരോ കാലടിപ്പാടും അത് ജസ്റ്റ് അനുവദിക്കപ്പെട്ടൊരു കാര്യമായിരിക്കും. ഇപ്പൊ കച്ചവടത്തിന് ഒരാൾ അങ്ങാടിയിൽ അവന് കട ഉണ്ട്, അപ്പൊ കച്ചവടത്തിന് പോവാണ്. കച്ചവടത്തിന് പോകുന്ന സമയത്ത് അവൻ നടക്കുന്ന സമയത്ത് വിചാരിക്കുകയാണ്, ഇത് അള്ളാഹ് എന്റെ മേലെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, എന്റെ കുടുംബത്തിന്റെ മേലെ ചെലവഴിക്കണം, അല്ലെങ്കിൽ അള്ളാഹ് എന്നോട് റിസ്ക് നേടാൻ, ഹലാലായ മാർഗം നേടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ നിയത്ത് വെച്ചാൽ എന്തായി നന്മയായിട്ട് മാറി. അപ്പൊ ഏതൊരു കാര്യത്തിന് നമ്മൾ കാലടി വെക്കുകയാണെങ്കിലും അത് മുബാഹായിട്ടുള്ള, അടിസ്ഥാനപരമായിട്ട് അനുവദനീയം എന്നുള്ള ഒരു കാര്യമാണെങ്കിൽ അതിൽ പ്രതിഫലം പ്രതീക്ഷിച്ച് നിയത്ത് നന്നാക്കി കഴിഞ്ഞാൽ അത് നന്മയായിട്ട് മാറും എന്ന് പറയുകയാണ്. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ 4 വിഷയങ്ങളെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ജോഡികളായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോട്ടം, ചിന്ത, സംസാരം, കാലടിപ്പാടുകൾ. ഇത് രണ്ടിനെയും 2 ജോഡികളായിട്ട്, ഒരു ജോഡി നാവിനെയും കാലിനെയും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്, നോട്ടത്തിനെയും ചിന്തയെയും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാൻ, അവർ നടക്കുന്നത് വളരെ വിനയത്തോടു കൂടിയിട്ടുള്ള നടത്തമായിരിക്കും. അവരുടെ സംസാരമോ അവർ സമാധാനത്തോടു കൂടിയ സംസാരമായിരിക്കും. അവിടെ നടത്തവും പറഞ്ഞു, സംസാരവും പറഞ്ഞു, ആ 2 ഒരുമിച്ച് പറഞ്ഞു. ഇനി നോട്ടവും ചിന്തയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാഫിറിലെ 19-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടവും നെഞ്ചുകളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ചിന്തകളും അള്ളാഹു അറിയുന്നവനാണ്. നോട്ടത്തെയും ചിന്തയെയും ബന്ധിപ്പിച്ചു പറഞ്ഞു. അപ്പോ ഈ 4 കാര്യങ്ങളെ 2 ജോഡികളായിട്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന വിഷയം, ഈ ഒരു തിന്മയിലേക്ക് എത്തിപ്പെടാതെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ കാത്തു സംരക്ഷിക്കേണ്ടത്, അഥവാ വ്യഭിചാരം പോലെയുള്ള തിന്മകളിലേക്ക് മനുഷ്യൻ ഏറ്റവും അധികം വീണു പോകുന്ന അതുപോലെയുള്ള തിന്മയിലേക്ക് എത്തിപ്പെടാതെ അവന്റെ ഗുഹ്യസ്ഥാനം കാത്തു സംരക്ഷിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങളും അതിന്റെ പ്രാധാന്യവും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ്, അധിക ജനങ്ങളെയും നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം അവന്റെ നാവും അവന്റെ ഗുഹ്യസ്ഥാനവുമാണ്. എന്നിട്ട് പറയാണ്, സ്വഹീഹൈനിൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, ലാ യഹില്ലു ദമു ഇംറിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ തലാത്ത്. ഒരു മുസ്ലിമിന്റെ രക്തം അനുവദനീയമാകില്ല 3 കാര്യങ്ങൾ കൊണ്ടല്ലാതെ. ഒരു മുസ്ലിമിനെ ഒരാൾക്ക് കൊല്ലാൻ പറ്റില്ല 3 സന്ദർഭങ്ങളിലല്ലാതെ. ഒന്നാമത്തേത് അസ്സയ്യിബു സാനി, വിവാഹിതനായിട്ടുള്ള വ്യഭിചാരിണി. വന്നഫ്സി ബിന്നഫ്സ്, ഒരാളെ കൊന്നവനെ തിരിച്ചു കൊല്ലാം. വതാരികി ലിദീനിഹി അൽ മുഫാരിഖ് ലിൽ ജമാഅ, ജമാഅത്തിന് തെറ്റി ദീനിൽ നിന്ന് മുർത്തദായി പോകുന്നവനെ അവനെയും വധിക്കാം. 3 കൂട്ടരെ പറഞ്ഞു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹാദിൽ ഹദീസ് ഫി ഇഖ്തിരാനി സിനാ ബിൽ കുഫ്രി വഖത്ലി നഫ്സ് നദീറുൽ ആയത്തി അല്ലതി ഫീ ഫുർഖാൻ. സൂറത്തുൽ ഫുർഖാനിലെ ആയത്ത് പറഞ്ഞതുപോലെ വ്യഭിചാരത്തെ കൊലപാതകത്തിനോടും കുഫറിനോടും ചേർന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസാണത്. വേറെയും കുറെ ഹദീസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ 3 ഒരുമിച്ച് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, വബദഅ ബിൽ അക്സരി വുഖൂഅൻ. ഇതിൽ ആദ്യം റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? സയ്യിബുസാനി, വ്യഭിചാരത്തിനെ പറ്റിയില്ല. പറയാനുള്ള കാരണം എന്താ? ഏറ്റവും കൂടുതൽ ഈ 3 സംഭവിക്കുന്നത് അതായിരിക്കും. വല്ലദീ യലി, പിന്നെ കൊലപാതകം സംഭവിക്കുക. ഫസിന അക്സർ വുഖൂഅൻ മിൻ ഖത്ലിൻ നഫ്സ്, ഒരാളെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ സമൂഹത്തിൽ നടക്കുന്നത് വ്യഭിചാരമായിരിക്കും. വഖത്ലുൻ നഫ്സി അക്സർ വുഖൂഅൻ മിൻ അർ-റിദ്ദ, ഒരാള് കുഫറിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ കൊലപാതകം നടക്കുക. ഓരോന്നും അതിന്റെ അടിസ്ഥാനത്തിലുള്ള റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. വൈലൻ ഫൈന്നഹു ഇന്തിഖാൽ മിനൽ അക്ബർ ഇലാ മാ ഹു അക്ബർ മിൻ, അതായത് ഒന്നിൽ നിന്ന് ഒന്നിനേക്കാൾ വലുതായിട്ടുള്ള ആ രീതിയിലാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. വമഫ്സദത്തു സിനാ മുനാഖിലത്തുൻ ലിമസാലിഹിൽ ആലം,
വ്യഭിചാരത്തിന്റെ അപകടം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ നന്മയെ ഒരു മസ്ലഹത്ത് തന്നെ ഇല്ലാതാക്കി കളയും. ലോകത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു മസ്ലഹത്ത് തന്നെ ഇല്ലാതാക്കി കളയും. ഫൈനൽ മർഅത ഇദാ സനത്, ഇനി ഒരു പെണ്ണാണ് വ്യഭിചരിക്കുന്നത് എങ്കിൽ അദ്ഖലത് അൽ ആറ അല അഹ്ലിഹാ വസൗജിഹാ വഅഖാരിബിഹാ, അതിന്റെ ഒരു നിന്ദ്യത, നാണക്കേട് അവളുടെ കുടുംബത്തിലുണ്ടാവും, അവളുടെ ഭർത്താവിനുണ്ടാവും, അവളുടെ മറ്റു കുടുംബക്കാർക്ക് ഉണ്ടാവും. വനകസത് റൂസഹും ബൈനൻ നാസി ഇൻ ഹമലത് മിന സിന, നീ വ്യഭിചരിച്ചിട്ട് അവൾ ഗർഭിണിയായാലോ ആളുകളുടെ മുമ്പിൽ ആ നാട്ടുകാരും എല്ലാം തലതാഴ്ച നടക്കേണ്ട, നിന്ദ്യത അനുഭവിക്കേണ്ടി വരും. ഫൈൻ ഖതലത് വലദഹാ ജമഅത് ബൈന സിന വൽ ഖത്ൽ, നീ വ്യഭിചരിക്ക് കുട്ടി ഉണ്ടാവുമ്പോ ആ കുട്ടിയെ കൊന്നുകളഞ്ഞാലോ, ധാരാളം നടക്കുന്ന കാര്യമാണ്. ഒന്നെങ്കിൽ വയറ്റിലിട്ടിട്ട് തന്നെ കൊല്ലും, അല്ലെങ്കിൽ ജനിച്ചിട്ട് ആരും അറിയാതെ കൊല്ലാതെ നോക്കും. അങ്ങനെ നടക്കുമ്പോഴോ വ്യഭിചാരവും കൊലപാതകവുമായി. വൈൻ ഹമലത്ഹു അല സൗജി അദ്ഖലത് അല അഹ്ലിഹി വഅഹ്ലിഹാ അജ്നബിയ്യൻ ലൈസ മിൻഹും, ഇനി വ്യഭിചരിച്ച് കുട്ടിയുണ്ടായി, പക്ഷെ അത് ഭർത്താവിന്റെ കുട്ടിയാണ് എന്ന നിലക്ക് ഭർത്താവിന് അങ്ങനത്തെ ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. പെണ്ണ് വേറെ വ്യഭിചരിച്ച് കുട്ടി ഉണ്ടായതായിരിക്കും, പക്ഷെ ഭർത്താവ് വിചാരിക്കും എന്റെ കുട്ടിയാണ്. അങ്ങനെ ചെയ്താലോ ഒരു അന്യ ആളെ ഇയാളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. ഫവരിസഹും വലൈസ മിൻഹും, ഇയാളുടെ അനന്തര സ്വത്ത് ഇയാളുടെ മകനാന്ന് നിൽക്കുന്നുണ്ടാവും, ഈ കുട്ടിക്ക് കിട്ടും, അനന്തരമായിട്ട് കിട്ടും. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. വറാഹും വഖലാബിഹിം വൻതസബ ഇലൈഹിം വലൈസ മിൻഹും, ഇയാളുടെ നിസ്ബയിൽ പെടാത്ത ആളുകൾ അതിൽ കൂടിക്കലർന്നു വരും. ഇലാ ഗൈരി ദാലിക മിൻ മഫാസിദി സിനാഹ, ഇതുപോലെ മറ്റു പല അപകടങ്ങളും ഈ വ്യഭിചാരം കൊണ്ട്, ഒരു പെണ്ണ് വ്യഭിചരിച്ചാലുണ്ട്. വമ്മാ സിനർ റജുൽ, ഇനി ഒരു പുരുഷൻ വ്യഭിചരിച്ചാലോ ഫൈന്നഹു യൂജബു ഇഖ്തിലാത്തുൽ അൻസാബി അയ്ളൻ, പുരുഷനാണ് വ്യഭിചരിച്ചെങ്കിൽ അതിൽ കുട്ടിയായിട്ടുണ്ടെങ്കിൽ അത് ഇതേപോലെ പിന്നെ അൻസാബുകൾ, എന്താ തലമുറകൾ, അത് തെറ്റായി മാറും. വൈഫ്സാദൽ മർഅത്തിൽ മസൂന, ഒരു പെണ്ണിന്റെ ആ മൊത്തം കാര്യങ്ങൾ ഫസാദായി പോകും. വതഅരീലഹ ലിത്തലിഫ് വൽ ഫസാദ് ഫഫീ ഹാദിൽ കബീറത്തു ഖറാബുദ് ദുനിയ വദ്ദീൻ, അങ്ങനെ ദീനും ദുനിയാവും എല്ലാം നശിക്കുന്ന അവസ്ഥയിലാണ് ഈ വ്യഭിചാരം കൊണ്ട് ഉണ്ടാവുക. അത്ര വലിയ അപകടമാണ് എന്ന് പറയാൻ. വമിൻ ഖാസിയതിഹി, അതിന്റെ പ്രത്യേകമായിട്ടുള്ളത് അന്നഹു യൂജിബുൽ ഫഖർ, അത് ദാരിദ്ര്യം നിർബന്ധമാക്കും. വയുഖസ്സിറുൽ ഉമർ, ആയുസ് കുറച്ചു കളയും. വയക്സു, അതായത് ആയുസിലെ ബറക്കത്തുകളെല്ലാം. വയക്സു സ്വാഹിബഹു സവാദൽ വജ്ഹ്, ആ വ്യഭിചാരത്തിന്റെ ആളുടെ മുഖം ഇരുണ്ടതായി തീരും. വയുവരിസുൽ മഖ്ത ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ അവനോട് വെറുപ്പും കോപവും ഉണ്ടാവും. വമിൻ ഖാസിയതിഹി അയ്ളൻ, വ്യഭിചാരത്തിന് പ്രത്യേകമായിട്ടുള്ള മറ്റു ചില അപകടങ്ങളാണ് അന്നഹു യുശത്തിത്തുൽ ഖൽബ വയുംരിദുഹു ഇൻ ലം യുമിത്ഹു, കൽബ് ചത്തുപോയിട്ടില്ല എങ്കിൽ അതിന്റെ ഇറാദത്തുകളെ ചിന്നിച്ചിതറി അത് രോഗം ബാധിച്ച അവസ്ഥയാവും. വയജ്ലിബുൽ ഹമ്മ വൽ ഹുസ്ന വൽ ഖൗഫ്, എപ്പോഴും അവന് ടെൻഷനും ദുഃഖവും പേടിയായിരിക്കും. വയുബാഇദു സായിബഹു മിനൽ മലകി വയുഖർരിബുഹു മിനശ് ശൈത്താൻ, മലക്കിൽ നിന്ന് അകന്ന് പിശാചിനോട്ട് അടുക്കും. ഫലൈസ ബഅദ മഫ്സദത്തിൽ ഖത്ലി അഅ്ളമു മിൻ മഫ്സദതിഹി, കൊലപാതകത്തിന്റെ ദോഷത്തിന് ശേഷം വ്യഭിചാരം പോലെ ദോഷമായിട്ടുള്ള മഫ്സദ് ഉണ്ടാക്കുന്ന വേറൊന്നുമില്ല. വലിഹാദാ ശുരിഅ ഫിൽ ഖത്ലി അലാ അശ്നഇൽ വുജൂഹി വഅഫ്ഹശിഹാ വഅസ്അബിഹാ, അതുകൊണ്ട് തന്നെയാണ് അതിനുള്ള ശിക്ഷ അതിന് വ്യഭിചാരത്തിന് കൊല്ലുക. ബാക്കിയുള്ളൊരു കൊല്ലൽ എങ്ങനെ തലവെട്ടി കഴുത്തുവെട്ടി വേഗം തീരുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ വ്യഭിചാരത്തിന് കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കൊല്ലലായിരിക്കും. അതായത് അത് നിർത്തിയിട്ട് ചെറിയ കല്ലുകൾ, വലിയ കല്ലുകളിലൂടെ കൊല്ലാൻ പറ്റൂല, ഒരു വലിപ്പുണ്ടായിന്. ആ ചെറിയ കല്ലുകൾ എറിഞ്ഞ് രക്തം വാർന്നൊലിച്ച് അങ്ങനെ കൊല്ലുന്ന ശിക്ഷയാണ് ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത്രയും മോശപ്പെട്ട ഒരു ശിക്ഷ നിയമമാക്കിയത് അതുകൊണ്ടാണ്. ഇനി ഒരാള് അറിയാണ് അവന്റെ ഭാര്യ കൊല്ലപ്പെട്ടു, അവന്റെ ഭാര്യനെ ഒരാൾ കൊന്നു, അത് അല്ലെങ്കിൽ അവന്റെ പിന്നെ വേറെ സമ്പത്തിന് കട്ടെടുത്തു, അങ്ങനെ അവൻ ഒരു അറിയാണ് അവള് വ്യഭിചരിച്ചു അറിയുന്നതിനേക്കാൾ അവന് നിസ്സാരമായ കാര്യമായിരിക്കും അവളെ കൊല്ലുക എന്നുള്ളത്. അപ്പോ ഒരാളുടെ ഭാര്യ കൊല്ലപ്പെട്ടു, വേറൊരാള് കൊന്നു എന്ന് കേൾക്കുക, അത് അവന്റെ സഹിക്കൽ അവന് എളുപ്പമായിരിക്കും അവന്റെ ഭാര്യ വ്യഭിചരിച്ചു എന്ന് കേൾക്കുന്നതിനേക്കാൾ അവന് എളുപ്പമായിരിക്കും. അത്ര അപകടം നിറഞ്ഞൊരു കാര്യമാണ്. അതാണ് ഗൈറത്തുള്ള ആളുകൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഗൈറത്തുള്ള ആളുകൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഒരിക്കലും പറഞ്ഞത്, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി ലറബ്തുഹു ബിസ്സൈഫ് ഗൈറ മുസഫിഹിൻ, എന്റെ ഭാര്യയോടൊപ്പം വേറെ പുരുഷൻ ഇതുപോലെ വ്യഭിചരിക്കുന്നതായിട്ടെങ്ങാൻ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വാളുകൊണ്ട് മൂർച്ചയുള്ള ഭാഗം കൊണ്ട് തന്നെ വെട്ടിയിട്ടുണ്ടാവും. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയെ അറിയിക്കപ്പെട്ടു സഅദ് ഇബ്നു ഉബാദ ഇങ്ങനെ പറയുന്നുണ്ട്. അതഅജബൂന മിൻ ഗൈറതി സഅദ്, സഅദിന്റെ ഗൈറത്ത് കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടാണോ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ല അന അഗ്യറു മിൻ, ഞാൻ അതിനേക്കാൾ ഗൈറത്തുള്ളവനാണ്. വല്ലാഹു അഗ്യറു മിന്നി, അല്ലാഹു എന്നേക്കാൾ ഗൈറത്തുള്ളവനാണ്.
വമിൻ അജ്ലി ഗൈറത്തില്ലാ ഹറമൽ ഫവായിശ മാ ളഹറ മിൻഹാ വമാ ബതൻ. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? ഇതുപോലെയുള്ള മ്ലേച്ഛതകൾ പ്രകടമായിട്ടും ഗോപ്യമായിട്ടും അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളത്. ഗൈറത്തുമായിട്ടുള്ള ഹദീസുകൾ വേറെ ഒരുപാട് വന്നിട്ടുണ്ട്, നമ്മൾ മുമ്പേ പറഞ്ഞതുമാണ്. അപ്പൊ ഗൈറത്ത് എന്നുള്ളത് ഒരു മുസ്ലിമിന് മുഅ്മിന് എന്തായാലും ഉണ്ടാവേണ്ട സ്വഭാവമാണ്. ഒരു മുഅ്മിൻ ഒരിക്കലും തന്റെ ഭാര്യ മറ്റുള്ള ആളുകളോട് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നത്, സ്പർശിക്കുന്നത്, അവരുമായിട്ട് ഇടപഴകുന്നത് അതൊന്നും സാധിക്കില്ല. അവനെങ്ങനെയാണ് ക്ഷമിക്കാൻ സാധിക്കുക? ഗൈറത്തുള്ള ഒരു പുരുഷൻ അതിന് നിൽക്കില്ല. അപ്പൊ ഗൈറത്തില്ലാത്ത ആളുകൾ അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവൂല. ഗൈറത്തില്ലാത്ത ആളുകൾക്ക് തന്റെ ഭാര്യ വേറെ ആൾ വ്യഭിചരിച്ചത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അത്രയും മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമാണ് വ്യഭിചാരം. ഇതിന്റെ അപകടം മറ്റൊരു ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ലൗ ഹദ്ദിസന്നകും ഹദീസൻ ലാ യുഹദ്ദിസുകുമൂഹു അഹദുൻ ബഅദി. എനിക്ക് ശേഷം വേറെ ഒരാളും നിങ്ങൾക്ക് ഉദ്ധരിച്ചു തരാത്ത ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പറയാണ്, സമിഅ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മിൻ അശ്റാത്തിസ് സാഅ അയ്യുർഫഅൽ ഇൽം. അന്ത്യനാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഇൽമു ഉയർത്തപ്പെടും എന്നുള്ളത്. വയദ്ഹറൽ ജഹ്ലു വശർബുൽ ഖംർ. കള്ള് കുടിക്കുന്നത്, അതുപോലെ തന്നെ അറിവുകേട് പ്രകടമാകും, അതുപോലെ തന്നെ കള്ളു കുടിക്കുന്ന വ്യാപകമാകും. വയദ്ഹറ സിന, വ്യഭിചാരം പ്രകടമാകും. വയഖില്ല റിജാലു വതക്സുറ നിസാഉ, പുരുഷന്മാർ കുറയും സ്ത്രീകൾ കൂടും. ഹത്താ യകൂന ലി 50 ഇംറഅതൻ അൽ ഖയ്യിമുൽ വാഹിദ്. ഒരു പുരുഷന്റെ കീഴിൽ 50 സ്ത്രീകൾ. ആ 50 സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭാര്യയായിട്ടും മക്കളായിട്ടും പെങ്ങന്മാരായിട്ടും ഒക്കെ ആയിട്ട് 50 സ്ത്രീകളുടെ കാര്യം നോക്കാൻ ഒരു പുരുഷനെ ഉണ്ടാവുള്ളൂ എന്നുള്ള അവസ്ഥ എത്തിച്ചേരും. അത്രയധികം സ്ത്രീകൾ വർദ്ധിക്കുകയും പുരുഷന്മാർ കുറയുകയും ചെയ്യും എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വളരെയധികം കോപമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് വ്യഭിചാരം, അത് പ്രകടമാകുക എന്നുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ ളഹറ റിബ വസ്സിനാ ഫീ ഖറിയത്തിൻ ഇല്ലാ അദിനല്ലാഹു ബിഹലാകിഹാ. ഒരു നാട്ടിൽ വ്യഭിചാരവും പലിശയും പ്രകടമാകുന്നില്ല, അള്ളാഹു ആ നാട്ടിനെ നശിപ്പിക്കാതെ. അപ്പൊ അത്ര ഗൗരവമുള്ള കാര്യമാണ്. ഒരു അസറിൽ കാണാം, വറഅ ബഅദു അഹ്ബാരി ബനി ഇസ്രായീൽ ഇബ്നഹു യഗ്മസു ഇംറഅതൻ. ബനൂ ഇസ്രായേലിൽപ്പെട്ട ചില പുരോഹിതന്മാര് അവരുടെ മക്കള് സ്ത്രീകളുമായിട്ട് കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുന്ന ആ രീതിയിൽ നടക്കുന്നത് കണ്ടു. അപ്പോ ഇവര് അത് ശക്തമായി എതിർക്കാതെ ഇവര് പറഞ്ഞു, മഹ്ലൻ യാ ബുനയ്യ, മോനെ കുറച്ച് ഒന്ന് മെല്ലാക്ക്. ആ രീതിയിൽ കുറച്ചായിട്ട് അത് പറഞ്ഞോളൂ, ശക്തമായിട്ട് എതിർത്തില്ല. അത്രേ പറഞ്ഞോളൂ. ഈ ഉപ്പാക്ക് പിന്നീട് ഉണ്ടായത് ഫസുരി അൽ അബ് അൻ സരീരിഹി ഫൻഖത നുഖാഉഹു. ആ വാപ്പ അഹ്ബാർ, ഈ പുരോഹിതൻ കട്ടിൽ നിന്ന് വീണ് അയാളുടെ മുതുകൊടിഞ്ഞു. വാസ്ഖതത് ഇംറഅതുഹു, അയാളുടെ ഭാര്യയുടെ ഗർഭം അലസിപ്പോയി. വഖീല ലഹു, എന്നിട്ട് പറയപ്പെട്ടു, ഹാകദാ ഗദബുക ലി, അള്ളാഹിന്റെ അസറായിട്ട് പറയാണ്, ഇതുപോലെയാണ് എന്റെ കോപം. ലാ യകൂനു ഫീ ജിൻസിക ഖൈറുൻ അബദ. നിനക്ക് ഒരു നന്മയുള്ള ഒരാളായിട്ട് നിന്റെ ജിൻസിൽ, സന്താന പരമ്പരയിൽ ആരും ഉണ്ടാവില്ല. കാരണം അത് ആ തിന്മയോട് എതിർക്കാത്തത് കൊണ്ടുണ്ടായ അനന്തര ഫലമാണ് പറയുന്നത്. ഇനി സഹോദരങ്ങളെ, വ്യഭിചാരത്തിന്റെ ഹദ്ദിൽ മാത്രം പ്രത്യേകമായി വന്നിട്ടുള്ള ചില അപകടങ്ങൾ പറയാണ്. മറ്റുള്ള എല്ലാ തിന്മകൾക്കും പറഞ്ഞിട്ടുള്ള ശിക്ഷകളെക്കാൾ 3 പ്രത്യേകതകൾ കൊണ്ട് വ്യഭിചാരത്തിന്റെ ശിക്ഷ വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ മദ്യപാനത്തിന് ശിക്ഷയുണ്ട്, കൊലപാതകത്തിന് ശിക്ഷയുണ്ട്, ഓരോന്നിനും ശിക്ഷയുണ്ട്. പക്ഷെ വ്യഭിചാരത്തിനുള്ള ഹദ്ദ് നടപ്പിലാക്കുന്ന 3 പ്രത്യേകത ഉണ്ട്. അഹദുഹ, 1 അൽ ഖത്ലു ഫീഹി ബിഅശ്നഇൽ ഖിത്ലാത്ത്. ആ വ്യഭിചാരത്തിന്റെ കൊല്ലൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മോശപ്പെട്ട അപകടം നിറഞ്ഞുള്ള കൊല്ലലാണ്. മറ്റേത് ചാട്ടവാറടി പോലെയോ അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കഴുത്തറുക്കുന്നത് പോലെയോ അതുപോലെ ഒന്നുമല്ല. ഈ പറഞ്ഞില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരാളെ നിർത്തിയിട്ട് കുറെ ആളുകൾ വട്ടം കൂടി നിന്ന് ചെറിയ കല്ല് എറിഞ്ഞ് കൊല്ലുക പറഞ്ഞാൽ എന്തൊരവസ്ഥയായിരിക്കും. അപ്പൊ അത്ര ഒരു രീതിയിലുള്ള കൊല്ലലാണ് വ്യഭിചാരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അസാനി, രണ്ടാമത്തേത് അന്നഹു നഹാ ഇബാദഹു അൻ തഖുദഹും ബിസ്സുനാതി റഅഫത്തുൻ ഫീ ദീനിഹി. പ്രത്യേകം സൂറത്തു നൂറിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യഭിചാരിയോടും വ്യഭിചാരിണിയോടും ഒരു റഅഫത്ത്, കൃപ ഉണ്ടാവരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നൂറിൽ കാണാം, വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ നിങ്ങളുടെ ഉള്ളിൽ അവരോടുള്ള കൃപ, അതിന് നിങ്ങളുടെ ദീനിന്റെ നിയമം നടപ്പിലാക്കാൻ തടസ്സമാവരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
അതെന്താണ് കാരണം പറയാൻ ബിഹൈസു തംനഉഹും മിൻ ഇഖാമത്തിൽ ഹദ്ദി അലൈഹിം, ഹദ് നടപ്പിലാക്കാൻ അവരോടുള്ള കൃപ തടസ്സമാവരുത്. ഫഇന്നഹു സുബ്ഹാനഹു മിൻ റഅഫതിഹി വറഹ്മതിഹി ബിഹിം ശറഅ ലഹും ഹാദിഹിൽ ഉഖൂബ ഫഹുവ അർഹമു മിൻകും ബിഹിം. അല്ലാഹുവിന് അവരോടുള്ള റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ടാണ് ശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ദീനിലെ ശിക്ഷകൾ പറഞ്ഞ ഒരുത്തന്നെ നശിപ്പിക്കാനുള്ളതല്ല. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരാൾ കട്ടെടുത്താലോ കൊലപാതകം നടത്തിയാലോ വ്യഭിചരിച്ചാലോ ശിക്ഷ എന്ന ദീനിലെ ശിക്ഷ ഒരാളെ നശിപ്പിക്കാനുള്ളതല്ല, അവനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. അവനെ ആ തിന്മയുടെ പരലോകത്തെ ദോഷത്തിൽ നിന്ന് ശുദ്ധീകരിക്കാനുള്ളതാണ്. ദീനിനൊരു ലക്ഷ്യമുണ്ട്, ഒരു മസ്ലഹത്ത് പരിഗണിച്ചിട്ട് ദീനിലൊരു കാര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോ ഹഫായിദുദ്ദീൻ എന്നെല്ലാം പറയുന്ന 5 കാര്യങ്ങൾ ഉസൂലിയായിട്ട് ഫിഖ്ഹിൽ വരുന്ന ആ 5 കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ദീനിന്റെ ഒരു നിയമമാണ്. എന്ത് നിയമം എടുത്തു നോക്കിയാലും സംരക്ഷിക്കപ്പെടും. അപ്പൊ ഈ വ്യഭിചാരത്തിന് ഈ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അള്ളാഹു ആണ് അത് ചെയ്ത ആളുകളോട് ഏറ്റവും കാരുണ്യമുള്ള ആള്. അതുകൊണ്ടാണ് ശിക്ഷ നടപ്പിലാക്കിയത്. അല്ലെങ്കിൽ ഒരു നാളെ പരലോകം നശിക്കും, അവരുടെ പരലോകം പോവും. അതുകൊണ്ടാണ് അത് നടപ്പിലാക്കിയത്. എന്നിട്ട് പറയാണ് വലം തംനഉഹു റഹ്മതുഹു മിൻ അംരിഹി ബിഹാദിൽ ഉഖൂബ. പക്ഷെ അള്ളാഹ്ക്ക് ഇത്ര കാരുണ്യം ഉണ്ടായിട്ടും അള്ളാഹ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നതിന് തടസ്സമായിട്ടില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ശിക്ഷ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അയാളോടുള്ള ഇഷ്ടവും കാര്യം കൊണ്ട് എങ്ങനെയും ഒഴിവാക്കി കൊടുക്കാൻ തോന്നും. പക്ഷെ നമുക്ക് ഈ വ്യഭിചാരിയോടോ വ്യഭിചാരിണിയോടോ തോന്നുന്ന കാരുണ്യത്തിനേക്കാൾ കൂടുതൽ കാര്യം ആർക്കുള്ളത്? അള്ളാഹ്ക്കുള്ളത്. പക്ഷെ അള്ളാഹ് ശിക്ഷ നടപ്പിലാക്കാൻ അത് തടസ്സമായിട്ടില്ല. ഫലാ യംനഉകും അൻതും മാ യഖൂമു ബിഖുലൂബികും മിൻ റഅഫതി മിൻ ഇഖാമത്തി അംരിഹി. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങളുടെ കൽബിൽ ഉണ്ടാവാൻ പാടില്ല, നിങ്ങളുടെ കൽബിൽ അയാളോട് എന്തെങ്കിലും റഅഫത്ത് തോന്നിയിട്ട് ആ ശിക്ഷ നടപ്പിലാക്കാൻ തടസ്സമാകാൻ പാടില്ല. ഇനി പറയാണ് എന്താണ് ഇതിന്റെ കാരണം. വഹാദാ വഇൻ കാന ആമൻ ഫി സാഇൽ ഹുദൂദ്. എല്ലാ ശിക്ഷ ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ കള്ളുടിച്ചവന് ചാട്ടവാറടി നടത്തുന്നതും കട്ടെടുത്തവന്റെ കൈ വെട്ടുന്നതും ഇതൊക്കെ അള്ളാന്റെ കാരുണ്യാണ്. പക്ഷെ എന്തുകൊണ്ട് വ്യഭിചാരത്തിന് മാത്രം പ്രത്യേകം നിങ്ങൾക്ക് കൃപ ഇതാവരുതെന്ന് പറയാനുള്ള കാരണം? വലാകിൻ ദുകിറ ഫീ ഹദ്ദി സിനാ ഖാസതൻ ലിശിദ്ദത്തിൽ ഹാജതി ഇലാ ദിക്രിഹി. കാരണം അത് അവിടെ പറയേണ്ട ആവശ്യമുണ്ട്. فإن الناس لا يجدون في قلوبهم من الغلة والقسوة على الزاني ما يجدونه على السارق والقاذف وشارب الخمر. ഒരു കള്ളനോടോ ഒരു കള്ളുകുടിയനോടോ അല്ലെങ്കിൽ വ്യഭിചാരോപണം നടത്തിയ ഒരുത്തനോടോ തോന്നുന്ന അത്ര ഒരു അറപ്പും വെറുപ്പും വ്യഭിചരിച്ചവനോട് ആളുകളുടെ ഉള്ളിൽ തോന്നൂല. അതിന് കാരണമുണ്ട്. കട്ടെടുത്തു അല്ലെങ്കിൽ മദ്യപിച്ചു അങ്ങനെ ഒരുത്തനെ കൊണ്ടുവന്നു വിചാരിക്കാം, അവനോട് തോന്നുന്ന ഒരു ഉള്ളിലുള്ള ഒരു ധാർഷ്ട്യം അത് ചിലപ്പോ വ്യഭിചരിച്ച് വന്ന ഒരാളുടെ മേലെ തോന്നൂല. അതിനുള്ള കാരണം പറയാണ് വഖുലൂബുഹും തർഹമു الزاني أكثر مما ترحموا غيره من أرباب الجرائم والواقع شاهد بذلك. പറയാണ് ബാക്കിയുള്ള തിന്മകൾ ചെയ്യുന്ന ആളോട് തോന്നാത്തൊരു കാരുണ്യം ഈ വ്യഭിചരിച്ച ആളുകൾ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ അവരോട് തോന്നും. കാരണം അത് അറിയപ്പെട്ട കാര്യമാണ്, അതെല്ലാവരും അനുഭവിച്ചുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് എന്ത് പറഞ്ഞത്, ആ റഅഫത്ത് ഉണ്ടാവുമ്പോ ഹദ് നടപ്പിലാക്കാൻ തടസ്സമാവാൻ പാടില്ല, അള്ളാഹിന്റെ നിയമം നടപ്പിലാക്കണം. ഇനി എന്താ കാരണം പറയാണ്, വസബബു ഹാദിഹി റഹ്മ. വ്യഭിചരിച്ച ആളുകളോട് മാത്രം ഈ റഹ്മത്ത് വന്നുള്ള കാരണം എന്താ? അന്ന ഹാദാ ദംബുൻ യഖഉ മിനൽ അശ്റാഫി വൽ ഔസാതി വൽ അർദാൽ. കാരണം വ്യഭിചാരം പോലൊരു തിന്മ സമൂഹത്തിൽ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളിൽ ഉണ്ടാവും, ഒരു മധ്യമമായിട്ടിരിക്കുന്ന ആളുകളിലുണ്ടാവും, തെമ്മാടികളായി തരം താഴ്ന്ന ആളുകളിലുണ്ടാവും. നല്ല മാന്യനായിരിക്കും, ഒന്നുകൊണ്ടൊരു കുറ്റം പറയാണ്ടാവില്ല. ദീന് കൊണ്ടോ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ സംസ്കാരം കൊണ്ടോ കുടുംബം കൊണ്ടോ ഒരു കുറ്റം പറയാത്ത മാന്യന്മാരായിട്ടുള്ള ആളുകളിലും ഇത് സംഭവിച്ചു പോകും. അല്ലെങ്കിൽ ഒരു മധ്യമമായിട്ട് അവനവന്റെ ദീന് നോക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആളുകളും സംഭവിക്കും. തെമ്മാടികളായിട്ടുള്ള ആളുകളും സംഭവിക്കും. കാരണം അത് മനുഷ്യൻ ഏറ്റവും ദുർബലമായി പോകുന്ന ചില നിമിഷത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാം കൊണ്ട് നന്മയിൽ മുന്നേറിയിട്ടുള്ള ഒരാള് വ്യഭിചരിച്ചു എന്ന് കണ്ടുപിടിച്ചു വരുമ്പോ നമുക്ക് എന്താ തോന്നുക? ഇപ്പൊ നമ്മളൊക്കെ വീണു പോകുന്നൊരു കാര്യമല്ലേ. ഇയാളുടെ മേലെ ശിക്ഷ നടപ്പിലാക്കുമ്പോ ഒരു റഫത്ത് തോന്നും. പക്ഷെ ആ റഫത്ത് എന്തുണ്ടാവാൻ പാടില്ല, അള്ളാഹിന്റെ ശിക്ഷ നടപ്പിലാക്കാൻ ഉണ്ടാവില്ല. കാരണം വ്യഭിചാരത്തിലേക്കുള്ള പ്രേരണ ഓരോ അത്തരം നഫ്സിലും വളരെ കൂടുതലായിരിക്കും. വൽ മുശാരികു ഫീഹി കസീറുൻ, ധാരാളം ആളുകൾക്ക് അതുപോലെ തന്നെയാണ്. വക്തറു അസ്ബാബിഹി അൽ ഇഷ്ഖ്, ഈ വ്യഭിചാരത്തിലേക്ക് ചെന്ന് വീഴാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇഷ്ഖാണ്, പ്രണയമാണ്. വൽ ഖുലൂബ് മജ്ബൂലത്തുൻ അലാ റഹ്മത്തിൽ ആശിഖ്, അപ്പൊ ആ പ്രണയിച്ചവനോട്, ആ പ്രണയത്തിൽ അകപ്പെട്ടവനോട് അങ്ങേയറ്റത്തൊരു കാരുണ്യം ആളുകളുടെ കൽബിൽ ഉണ്ടാകും. അപ്പൊ ഇതാണ് ആ കാരുണ്യം തോന്നാനുള്ള കാരണം. പക്ഷെ പ്രത്യേകം അത് തോന്നും എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞു. എന്ത് പറഞ്ഞു?
ആ കാരുണ്യം തോന്നല് എന്തുണ്ടാകാൻ പാടില്ല, നിങ്ങൾക്ക് ശിക്ഷ നടപ്പിലാക്കാൻ തടസ്സമാകാൻ പാടില്ല. അതുപോലെ തന്നെ ഖുർആനിലെ രീതിയിൽ പ്രത്യേകത, ഖുർആന്റെ ഒരു അത്ഭുതമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഉപയോഗ രീതി. ഇപ്പൊ കട്ടെടുത്തവന്റെ ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് അള്ളാഹു പറഞ്ഞു അസ്സാരിഖു വസ്സാരിഖത്തു എന്നാ പറഞ്ഞത്. കട്ടെടുത്ത പുരുഷൻ കട്ടെടുത്ത പെണ്ണ് അവരെ കൈവെട്ടണം പറഞ്ഞു. വ്യഭിചാരത്തിന് പറഞ്ഞപ്പോ അസ്സാനിയത്തു വസ്സാനി എന്നാ പറഞ്ഞു. വ്യഭിചരിച്ച പെണ്ണ് വ്യഭിചരിച്ച പുരുഷൻ, ആദ്യം പെണ്ണിനെ പറഞ്ഞത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഉലമാക്കൾ അതിന്റെ തഫ്സീറുകളിൽ കാണാം, വ്യഭിചാരം എന്നുള്ളത് അവിടെ സംഭവിക്കണമെങ്കിൽ അവിടെ ആ പെണ്ണാണ് പ്രധാനമായിട്ട് എന്താവുന്നത്, കാരണമാവുന്നത്. പെണ്ണാണ് ക്ഷണിക്കുകയും പെണ്ണിന് സമ്മതം ഉണ്ടെങ്കിൽ അവിടെ വ്യഭിചാരം നടക്കുകയുള്ളൂ. അല്ലാതെ പെണ്ണിനെ നിർബന്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ നമ്മൾ പറഞ്ഞാൽ പീഡിപ്പിക്കുക പോലെ ചെയ്താൽ പെണ്ണിന്റെ മേലെ ഹദ്ദ് നടപ്പിലാക്കാൻ പറ്റൂല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ വ്യഭിചാരത്തിന് പറഞ്ഞപ്പോ ആദ്യം അസ്സാനിയത്തു എന്ന് പറഞ്ഞു. പക്ഷെ കട്ടെടുക്കുന്നതിൽ അങ്ങനെയല്ല, അസ്സാരിഖു എന്ന് ആദ്യം പുരുഷനെ പറഞ്ഞു. അപ്പോ ആ രീതിയിൽ വരെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഖുർആന്റെ ഒരു ഇതിലുള്ളതല്ല, ഞാൻ വേറെ പറഞ്ഞതാണ്. ഖുർആന്റെ ഉപയോഗങ്ങൾ അറബി ഭാഷ കൊണ്ടും രീതി കൊണ്ടെല്ലാം വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ റഅഫത്ത് തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹജ്ജ് നടപ്പിലാക്കാതിരിക്കുക എന്നുള്ളത് ഈമാന്റെ ദുർബലതയാണ്, അത് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. മൂന്നാമത്തെ പ്രത്യേകത, വ്യഭിചാരത്തിന്റെ ഹദ്ദിന് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നഹു സുബ്ഹാനഹു അമറ അൻ യകൂന ഹദ്ദുഹുമാ ബിമശ്ഹദിൻ മിനൽ മുഅ്മിനീൻ. വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും മുഅ്മിനീങ്ങൾ അത് കാണണം. മുഅ്മിനീങ്ങൾ ആ എറിഞ്ഞു കൊല്ലുകയോ അല്ലെങ്കിൽ ആ സമയത്ത് ബാക്കിയുള്ള മുഅ്മിനീങ്ങൾ ഒരു സംഘം അത് കാണാൻ അവിടെ ഉണ്ടാവണം. ഫലാ യകൂനു ഫീ ഖൽവത്തിൻ ബിഹൈസു ലാ യറാഹുമാ അഹദുൻ. ഒറ്റയ്ക്ക് കൊണ്ടുപോയി ശിക്ഷ നടപ്പിലാക്കാൻ പറ്റൂല. ഇസ്ലാമിക ഭരണകൂടത്തിൽ വ്യഭിചാരിക്കും വ്യഭിചാരിക്കുള്ള ശിക്ഷ നടപ്പിലാക്കുമ്പോൾ മുസ്ലിമീങ്ങളുടെ ഒരു സംഘം അത് കാണാൻ ഉണ്ടാവണം. വദാലിക ബുലഗു ഫീ മസ്ലഹത്തിൽ ഹദ്ദി വഹിക്മത്തി സജർ. അതാണ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നതിന്റെ ഏറ്റവും വലിയ എന്തുള്ളത് മസ്ലഹത്തായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസലകളും ലിവാത്ത് അതുപോലെ കാര്യങ്ങൾ ചില മസലകൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അസറിന് ശേഷം നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അത് പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.